ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം ഞാനിതപ്പം റെഡിയൊക്കെ ആയിരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. വേറെ എവിടെയല്ല, ഉത്സവത്തിന് പോവുകയാണ്. ഉത്സവകാലമൊക്കെ തുടങ്ങിയല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ണിയേട്ടൻ്റെ തറവാട്ടമ്പലത്തിലാണ് ഉത്സവത്തിന് പോകുന്നത്. അപ്പം ഇന്ന് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ അതാ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇറങ്ങും, ബാക്കിയൊക്കെ നമുക്ക് പോണ വഴി കാണാം. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. വള്ളിക്കുന്നാണ് അമ്പലം വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഫറോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ലേറ്റായി. അപ്പം അതിൻ്റെ കാര്യപ്പെട്ട ചർച്ചയിലാണ് ഞങ്ങൾ. കാരണം താലപ്പൊലി തുടങ്ങിയിട്ടുണ്ടാവോ എന്നുള്ള ചർച്ചയിലായിരുന്നു. കാരണം അമ്മയും ഉണ്ണിമോളും താലപ്പൊലി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്, ലേറ്റാവുന്നതിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പം പിന്നെ ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ ഇനി, ഏകദേശം എത്താനായി. അങ്ങനെ ഇതാ നമ്മൾ അമ്പലമൊക്കെ എത്തിയിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവർക്ക് താലപ്പൊലിക്ക് നിൽക്കാനുള്ളതുകൊണ്ട് ലേറ്റ് ആവുമല്ലോ. അപ്പം നമ്മൾ 3 പേരും കൂടി തൊഴാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും ഉണ്ണിയേട്ടൻ വന്നോളുമല്ലോ. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇതാ ഇറങ്ങുകയാണ്. അമ്മ കുറി കൊട്ടുതരാം കേട്ടോ. ഇന്ന് നമ്മളത് കഴിഞ്ഞു. പിന്നെ ഉണ്ണിയേട്ടൻ വന്നു. അവർ 2 പേരും കൊണ്ട് താലപ്പൊലിന് അങ്ങോട്ട് പോയി. നമ്മൾ എൻ്റെ ബാക്കിൽ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ ഇതാ താലപ്പൊലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിർത്തിയിട്ടുണ്ട്. ഉണ്ണിമോളെ കയ്യിൽ ചന്ദനത്തിരി താഴെ വീണപ്പോൾ അവൾ കുഞ്ഞെടുത്തതാണ്. അച്ഛനാണ് ചിരാതൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അവർ വരാനായിട്ടുണ്ട്. ഉണ്ണിയുടെ പിന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നു. ചന്ദനത്തിരിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാനും വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഈ 3 ആളെന്ന് പറയുന്നത് നമ്മളെ ഈ കലശം എഴുന്നള്ളിപ്പ് വരുന്നതിന് കാത്തു നിൽക്കുക കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലൊക്കെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇതാണ് തറവാട്. ഇവിടുന്നാണ് തിരി കത്തിക്കുക. തിരി കത്തിച്ചിട്ട് ഇവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോവുക ചെയ്യുക. ഇവിടെ തന്നെയാണ് കേട്ടോ. തിരക്ക് മാറ്റാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഏകദേശം അവർ എത്താനായിട്ടുണ്ട്. അവർ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. കുറേ ആൾക്കാർ അവിടെ ഇരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കണ തിരക്കിലും കാര്യങ്ങളൊക്കെ. പിന്നെ അവർ എത്തി. പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്ന് ചെണ്ടമേളം അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാട്ടോ ഉണ്ണിമോളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മയാണ്. അങ്ങനെ അവർ എത്തി ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇവരെ കൂടെ തന്നെയാണ് ഭഗവതിത്തറ കളിക്കുക. ഭഗവതിത്തറയും കൂടെ ഉണ്ടാവും ഇവരെ കൂടെ. പിന്നെ ഇവിടുന്ന് എന്തൊക്കെയോ എന്താ പറയുക, പൂജകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് തിരിയൊക്കെ കത്തിച്ചിട്ട് താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ വന്നു. അതിൻ്റെ ഇടയിൽ ഏട്ടൻ നമ്മൾ ബാക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എത്തി. പിന്നെ അവർ കലശത്തിൻ്റെ അത് വന്ന് പിന്നെ വെളിച്ചപ്പാടുണ്ടാവുമല്ലോ, വെളിച്ചപ്പാടൊക്കെ വന്ന് തിരി കത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വെളിച്ചപ്പാടാണ് തിരി കത്തിച്ചിട്ട് താലപ്പൊലിക്കുള്ള ആൾക്കാർക്ക് തിരി കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ തിരിയൊക്കെ കത്തിച്ചു, താലപ്പൊലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ താലപ്പൊലിക്ക് അമ്പലത്തിലേക്ക് പോവാട്ടോ. നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഭഗവതി തറയുണ്ട് കേട്ടോ. അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കുറച്ചായി ഇപ്പോൾ പോയിട്ട്. അപ്പം എൻ്റെ ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ ഉത്സവമാട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ പാലക്കോട്ട് ക്ഷേത്രമുണ്ട്, തിരുച്ചിലങ്ങാടി, ഉണ്ണിയേട്ടൻ്റെ നാട്ടിൽ തന്നെയാണ്. അവിടെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കേട്ടോ. അപ്പം ഞാൻ ഈ അമ്പലത്തിൽ ഉത്സവത്തിന് ആദ്യമായിട്ടാണ്. പക്ഷേ ഒരു തവണ നമ്മൾ പ്രാർത്ഥിക്കാൻ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇവിടെ പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭഗവതിത്തറ വരികയാണ്. ഉണ്ണിയേട്ടനാട്ടോ വീഡിയോ എടുക്കുന്നത്. എനിക്ക് പേടിയാണ്. അപ്പോൾ ഉണ്ണിയേട്ടനാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളും അവരെ കൂടെ ബാക്കിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയി. ഞാനും ഏട്ടനും ഉണ്ണിയേട്ടനും കൂടി ചായ കുടിക്കാൻ പോയി. അപ്പം ശർക്കര ജിലേബി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ തട്ടുകടയിൽ കയറിയിട്ട് ഓംലേറ്റ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് പോയപ്പോൾ താലപ്പൊലി ഏകദേശം 3 റൗണ്ടാണ്. 3ാമത്തെ റൗണ്ടാണ് കേട്ടോ അത്. 3ാമത്തെ റൗണ്ടാണ്. അപ്പോൾ ഇതോടുകൂടെ ഇത് കഴിയും. അപ്പം അമ്മയും ഉണ്ണിമോളും വന്നിട്ട് ഞാൻ പോവും. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. അപ്പോൾ അവരുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി കളിക്കുകയൊക്കെ ചെയ്യും. ഭഗവതി തറേൻ്റെ കളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാനിപ്പോൾ തന്നെ പോകും. ഞാൻ അവരെ കാത്ത് നിൽക്കാം.
അപ്പം അതാ അമ്മയും ഉണ്ണിമോളും നടന്ന് വരുന്നു. അവളിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവരെത്തി. പിന്നെ ഉണ്ണിമോളാണ് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത്. തറേൻ്റെ വീഡിയോ ഒക്കെ ഉണ്ണിമോളാണ് എടുത്തത്. അങ്ങനെ ഇതാ കോമരൊക്കെ തുള്ളുന്നുണ്ട്. പിന്നെ ഭഗവതി തറ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്താ പൂജയ്ക്കൊക്കെ ആയിരിക്കും. അവരങ്ങോട്ട് കയറി. പിന്നെ ഞാനിത് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ണേട്ടനും പോവാട്ടോ, വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.